ഒരു 75 സെൻറ്റ് സ്ഥലമാണ് നമ്മളിന്ന് വീഡിയോയിൽ പരിചയപ്പെടുന്നത്. വയനാട് ജില്ലയിൽ മുട്ടിൽ ഭാഗത്തുള്ള ഒരു 75 സെൻറ്റ് സ്ഥലമാണ് നമ്മളിന്ന് വീഡിയോയിൽ പരിചയപ്പെടുന്നത്. നല്ല ഫ്രണ്ടേജ് ഒക്കെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റോട്ടിൽ നിന്ന് ഹൈവേയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഒരു 200 മീറ്റർ ദൂരമാണുള്ളത്. മുട്ടിൽ ടൗണിലേക്ക് ഒരു 4 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഈ സ്ഥലം ഉള്ളത്. നല്ലൊരു സ്ഥലമാണ്, നമുക്ക് വിശദമായിട്ടൊക്കെ ഒന്ന് കാണാം. നമുക്ക് ഏകദേശം ഇതാണ് നമ്മുടെ ഇതിൻ്റെ അതിര് വരുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും, അത് കല്ല് കാണുന്നുണ്ടാവും. ഇതാ കോൺക്രീറ്റ് റോഡ് ഇതാ തൊട്ടടുത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി. ഫുള്ള് മരങ്ങളാണ്. നമ്മുടെ ഈ സ്ഥലത്ത് ഫുള്ള് തിക്നെസ് മരങ്ങളാണ്. കാപ്പിയുണ്ട്, അതുപോലെ തന്നെ പ്ലാവ്, മാവുണ്ട്, അയിനിയുണ്ട്, അതുപോലെ തെങ്ങ്, കവുങ്ങ് എല്ലാം ഉണ്ട്. ഫുള്ള് മരങ്ങളാണ് നമ്മുടെ ഈ സ്ഥലത്ത്. ഭാഗത്ത് ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ്. നമുക്ക് ഏകദേശം ഇതൊരു 10-80 മീറ്ററോളം നമുക്ക് ഈ ഫ്രണ്ടേജ് തന്നെ ലഭിക്കുന്നുണ്ട്. ഇതാ കറണ്ട് പോസ്റ്റൊക്കെ നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. സൈഡൊക്കെ അതൊക്കെ കല്ലൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിലൊക്കെ നല്ല ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ലാസ്റ്റ് ഭാഗം വരെ ഇതിൻ്റെ ഫ്രണ്ടേജ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ആ ലാസ്റ്റ് അയിനിയെ കാണുന്നുണ്ടാവും. ആ ഭാഗം വരെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടേജ് ഉണ്ട്. ഒരു 10-50 മീറ്ററോളം നമുക്ക് ഈ ഫ്രണ്ടേജ് ഉണ്ട്. നേരെ ബാക്കിലേക്ക് അങ്ങനെ പോവുകയാണ്. ഫുള്ള് മരങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കാണാം. അപ്പോൾ നല്ല പ്രൈവസി ഉണ്ട് ഇവിടെ. അതുപോലെ നമുക്കിത് വെള്ളത്തിന് നല്ല സൗകര്യമുണ്ട്. പൈപ്പിൻ്റെ കണക്ഷനൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഇവിടെ ഓൾറെഡി റെഡിയാണ്. അതുപോലെ ഇതവിടെ കുറ്റി അടിച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിനുള്ള കുഴൽക്കിണർ ബോർവെല്ലിന് വേണ്ടിയിട്ട് കുറ്റിയൊക്കെ അടിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നുണ്ടാവും. ഇത് നമുക്ക് കുഴൽക്കിണറിന് സ്ഥാനം കണ്ടതാണ്. കുറ്റിയൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിനൊക്കെ നമുക്ക് നല്ല സൗകര്യമുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് കേട്ടോ. ഇത് കമ്പിയിലേക്ക് നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ കമ്പിയിൽ നേരെ താഴേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരേ ലൈനാണ് ഇതിൻ്റെ ബാക്ക് ഭാഗമൊക്കെ. ചെറിയൊരു ചെരുവ് ഈ ഭാഗത്തേക്ക് ഉണ്ട്. ഫുള്ള് മരങ്ങളാണ് കേട്ടോ. നമ്മുടെ വലിയ മരങ്ങളൊക്കെ ഇതിൽ നിങ്ങൾക്ക് കാണാം. ഫുള്ള് മരങ്ങളാണ്. വലിയ അയിനിയൊക്കെ ഉണ്ട് ഇതിൽ. ചടച്ചി പോലത്തെ മരങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. ഇവിടെ നമുക്കിത് കുറച്ച് പാറകളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഫുള്ള് ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് നല്ല പാറകളൊക്കെ ഉണ്ട്. ഹോം സ്റ്റേ റിസോർട്ടിനൊക്കെ നല്ല പറ്റുന്നൊരു സ്ഥലമാണ്. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. ഇത് ഫുള്ള് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ അതിരിൽ ഫുള്ള് തോട്ടങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല പ്രൈവസിയാണ് ഇവിടെ. വലിയ മരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം ഈ ഭാഗത്തൊക്കെ. ഏകദേശം നമ്മുടെ ഈ പറമ്പിൽ ഫുള്ളായിട്ട് മരങ്ങളാണ്. അല്ല വലിയ അയിനിയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഇതവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ ഈ ലാസ്റ്റ് ഭാഗമാണ്. ഇവിടെ കമ്പിവേലി നിങ്ങൾക്ക് കാണാം. നമ്മൾ അതിരാണിത്. അപ്പോൾ ഇവിടെയൊക്കെ ഇതാ ഫുള്ള് പാറകളൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ, ഈ സൈഡിൽ. അപ്പോൾ നമ്മളെ 75 സെൻറ്റ് സ്ഥലം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഫുള്ള് നമുക്ക് നല്ല ടാറ്. ഈ റോഡ് നല്ല ഫ്രണ്ടേജ് ഉണ്ട്. അതേപോലെ തന്നെ അതാ ഫുള്ള് മരങ്ങൾ, നല്ല ലെവൽ സ്ഥലമാണ്. ഫുള്ള് മരങ്ങൾ അതിലുള്ളത്. തെങ്ങുകൾ, കവുങ്ങുകൾ, കാപ്പി, അതേപോലെ നമുക്ക് അയിനി, മാവ്, പ്ലാവ് എല്ലാം ഉണ്ട് ഇതിൽ. വലിയ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വയനാട് ജില്ലയിൽ മുട്ടിൽ ഭാഗത്താണ് നമ്മുടെ സ്ഥലം ഉള്ളത്. മുട്ടിൽ ടൗണിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ മാറി മുട്ടിൽ മേപ്പാടി റൂട്ടിലാണ്. ബസ് റൂട്ടിൽ നിന്ന് ഒരു 200 മീറ്ററാണ് നമ്മുടെ ഈ സ്ഥലത്തേക്കുള്ളത്. അതുപോലെ നമുക്കിത് അതിൻ്റെ പരിസരത്ത് നിങ്ങളതായി വീഡിയോയിൽ കാണുന്നുണ്ട്. ഈ വീട് ഇത് പരിസരത്തുള്ള വീടാണ്. ഇതൊരു 64 സെൻറ്റും വീടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വാങ്ങിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ചാൻസാണ്. കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവർക്ക് ഈ വീട് അടക്കം നമുക്ക് വാങ്ങിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ സ്ഥലം, ഇത് ഹോം സ്റ്റേ, റിസോർട്ട്, അതുപോലെ തന്നെ വില്ല പ്രൊജക്റ്റിന്, അതുപോലെ വലിയൊരു വീടൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ സ്ഥലമൊക്കെ ആവശ്യമുള്ളവർക്ക് അങ്ങനെ പറ്റും. അതുപോലെ നമുക്ക് 10 സെൻറ്റൊക്കെ ആയിട്ട് ഫ്ലോട്ട് ചെയ്യാൻ എല്ലാത്തിനും പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിനിവർ ചോദിക്കുന്നത് സെൻറ്റിന് 55,000 രൂപ വെച്ചിട്ടാണ്. വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക. മൊത്തത്തിൽ വേണ്ടവർക്ക് അങ്ങനെയൊക്കെ എടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യണം. നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ.